നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡയറക്ടർ പ്രിയ ഷൈനാണ്. കെ.എസ്.ആർ.ടി.സി ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ സവാദിനെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ വീണ്ടും അതേ കുറ്റകൃത്യത്തിന് അയാൾ അറസ്റ്റിലാവുകയാണ്. അന്ന് അയാളെ പിന്തുണച്ച വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണോ മാം ഉറച്ചു നിൽക്കുന്നത്? നിലപാട് മാറ്റണം എന്നുള്ളത് തോന്നുന്നുണ്ടോ? ഞാന് എന്താ പറയാ അന്നൊരു നിലപാട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറ് കുറച്ചു പേരെ കൂട്ടിയിട്ട് ആ കുട്ടി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഇനി അവനെ തളർത്തണ്ട, ഒരു പോസിറ്റീവ് കൊടുക്കാം. അതായത് എന്താ പറയാ ഇത്രയും ജനസമൂഹത്തിൽ വെച്ചിട്ട് അത്ര അപഹാസ്യപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്തേക്കാം എന്ന രീതിയിൽ അവൻ ഇറങ്ങുമ്പോ ഒരാളെങ്കിലും ചെന്നിട്ട് എന്താ പറയാ മറയിട്ട് അവനെ എന്താ പറയാ ഇനി അങ്ങനെ ചെയ്യരുത്, ഒരു പോസിറ്റീവ് കൊടുക്കാന്നുള്ള രീതിയിൽ പോയതിനെ ഞാൻ എന്താ പറയാ അതിനെ അനുകൂലിക്കുക അങ്ങനല്ല ചെയ്തത്. ഒരാളെ എല്ലാവരും കൂടി കൂരമ്പുകൾ ചെയ്യുമ്പോ ഒരാളെങ്കിലും ചെന്നിട്ട് ഒരു പോസിറ്റീവ്, അതായത് ഇനി അത് ചെയ്യാതിരിക്കാനായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കാം സാർ അത് ഉദ്ദേശിച്ചത്. പക്ഷെ വീണ്ടും ഈ ഒരു കൃത്യം വീണ്ടും ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് പാരാഫീലിയ എന്ന് പറയുന്ന ലൈംഗിക വൈകൃതമാണ് അദ്ദേഹത്തിനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ലൈംഗിക വൈകൃതമുള്ള ഒരാളെ ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്നില്ല. വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചപ്പെട്ടു. ഒരു തെറ്റ് ഒരാൾ ഒരു പ്രാവശ്യം ചെയ്താൽ നമുക്കത് ഓരോ മനുഷ്യൻ എപ്പോഴും ഒരു തെറ്റ് ചെയ്യാം, പക്ഷെ അത് പലതവണ ആവർത്തിക്കപ്പെടുമ്പോഴാണ് അത് തെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഓക്കെ, ശരി. മാം ഇപ്പൊ പറഞ്ഞു ലൈംഗിക വൈകൃതം ഉള്ളത് കൊണ്ടാണെന്ന്. ലൈംഗിക വൈകൃതം ഉണ്ടെങ്കിൽ അതിന് ചികിത്സയാണ് നൽകേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പൂമാലയിട്ട് സ്വീകരിച്ചു, മെൻസ് അസോസിയേഷൻ പൂമാലയിട്ട് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു അത് അവിടെ അയാൾക്ക് വീണ്ടും വളരാനുള്ള ഒരു വളമിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ജയിലിൽ നിറയുമ്പോൾ വീണ്ടും പൂമാലയായിട്ടാണ് ചെല്ലും. അപ്പൊ എന്താ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവർക്ക് വീണ്ടും ഒരു പ്രചോദനമല്ലേ ഉണ്ടാവുക? ഒരു കാര്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. അവര് ചിന്തിച്ചത് ശരിക്കും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ, ഇത്രയും അപഹാസ്യപ്പെട്ടപ്പോൾ ചെന്നിട്ട് അവര് അങ്ങനെ ഒരു പ്രചോദനമല്ല അവിടെ ശരിക്കും കൊടുത്തത്. കാരണം സാറിന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് അവരൊന്ന് പൂമാല ഇട്ട് സ്വീകരിച്ചപ്പോൾ ഈ പറഞ്ഞ ആത്മഹത്യയുടെ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. ആദ്യം ഇരയ്ക്കൊപ്പം നിന്നിരുന്ന ഈ വ്യക്തികൾ പിന്നീട് പ്രതിക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് എന്താ പറയാ, ഞാൻ എന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. അവരെങ്ങനെയാണ്, ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലാവരും കൂടെ ഒരാളുടെ വ്യക്തിയെ ചെന്ന് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അവർ ശരിക്കും സീരിയസ്ലി അവരുടെ അമ്മയും അച്ഛനും ഇയാള് മുഖാന്തരം അവരുടെ മാതാപിതാക്കൾ നേരിട്ട ആ ഒരു വേദന ഇല്ലേ. പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു, അത് മുടങ്ങി അവര് അവിടെ നിന്ന് പലായനം ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള അവരുടെ ആ ഒരു വേദന. അപ്പം അല്ല പിന്തുണച്ചിട്ടില്ല ഒരിക്കലും. ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ പിന്തുണച്ചിട്ടില്ല. കാരണം ക്രൂരവും പ്രകൃതി വിരുദ്ധവുമാണ് ലൈംഗിക വൈകൃതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ കൂടുതൽ കുറ്റപ്പെടുത്താതെ അനുയോജ്യമായ ട്രീറ്റ്മെന്റ് എടുക്കുക. പക്ഷെ അതിന് ഒരിക്കലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ സമൂഹമോ മാതാപിതാക്കളോ ഒന്നും അതിന് ചെയ്യാറുണ്ടോ? ഇല്ല. എപ്പോഴും ഒരാൾ കണ്ടു ആ നെഗറ്റീവിനെ വളർത്തി അല്ലെ, വ്യക്തിഹത്യ കൂടുതൽ ചെയ്യാനല്ലേ ശ്രമിക്കുന്നുള്ളൂ. ശരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുകയല്ലേ ശരിക്കും മോളെ വേണ്ടത്. അതിനോടാണ് ഞാൻ ചേച്ചി നിൽക്കുന്നത്. കാരണം എനിക്കറിയാം അതായത് ആ തെറ്റ് ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ലൈംഗിക വൈകൃതമാണ് എന്ന് നമ്മൾ അറിയുന്നത്. മറ്റേത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ചിലപ്പോ ഒരു പ്രകോപന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഏതൊരു പുരുഷനും ഉണ്ടാകാവുന്ന ഒരു ഇതായിരിക്കും എന്നാണ് നമ്മൾ തോട്ട് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യോജിക്കുന്നില്ല. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കൊണ്ട് പുരുഷന് അങ്ങനെ ചെയ്യാമെന്നുള്ള ലൈസൻസ് ആണോ ഉള്ളത്? ഇപ്പൊ പോലും ആ ഡ്രസ് വസ്ത്രധാരണം കൊണ്ട് ഒരാൾക്ക് പ്രകോപനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പൊ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും അർത്ഥനഗ്നയായ ഒരു സ്ത്രീ ഒരു വസ്ത്രം ധരിച്ച് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ പെണ്ണുങ്ങൾ പോലും നോക്കി പോകും. അത് സ്വാഭാവികമാണ്, ഇല്ലേ? ശരിയല്ലേ? സമ്മതിച്ചു. അതിനോട് ഞാൻ ശരിവെക്കുന്നു. അങ്ങനെ വസ്ത്രദാനം ധരിച്ചു പോകുമ്പോൾ എതിർ ലിംഗത്തിലുള്ള ഒരാൾ തീർച്ചയായും അട്രാക്ട് ചെയ്യപ്പെടാം മോളെ. അത് ലോകത്തുള്ള ഒരു തത്വമാണത്. അട്രാക്ട് ചെയ്യപ്പെടാം.
അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം കൊണ്ട് അയാൾക്ക് പ്രകോപനം ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് അയാൾ അത് ചെയ്യുകയെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എങ്കിൽ വഴി കൂടി പോകുന്ന എല്ലാരും ഇയാൾ ഇങ്ങനെ ചെയ്യുവോ? ഇപ്പൊ ചേച്ചിക്ക് ഒരു മോളുണ്ട്. മോളുടെ വസ്ത്രധാരണം നല്ല വസ്ത്രം ധരിച്ചാലും ഇന്നത്തെ കാലത്ത് കാമക്കണ്ണുകളോട് കൂടിയാണ് ഓരോ പുരുഷന്മാരും നോക്കുന്നത്. അല്ലേ? വളരെ മൂടി പൊതിച്ചു പോയാലും നോക്കേണ്ടവർ നോക്കും. അല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധകൾ വരെ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മോള് പറഞ്ഞ വാക്കുകൾക്ക് നല്ല പ്രസക്തിയുണ്ട്. ചേച്ചി പറഞ്ഞ അതല്ല, ഒരു ബസ്സില് അയാള് ഇങ്ങനെയുള്ള, എനിക്കറിയില്ലല്ലോ ഇയാൾക്ക് ഇങ്ങനെ ലൈംഗിക വൈകൃതമുള്ള ആളാ നമ്മൾ അന്ന് ചിന്തിക്കുന്നില്ല. ഒരു തെറ്റ് പറ്റിപ്പോയതാകാം, അങ്ങനെ വന്ന് ഇരുന്നപ്പം ഒരു ുള്ളൂ. പിന്നെ മാല ഇട്ടത് എല്ലാവരും വ്യാഖ്യാനിക്കും. ഇതാ മോള് പറഞ്ഞതുപോലെ അത് വീണ്ടും വീണ്ടും ചെയ്യാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന എന്താ, അയാളെ ഇറങ്ങി വരുമ്പോൾ ആരെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കും, അയാൾ പിന്നെ ഇനി ഞാൻ ആ തെറ്റ് ചെയ്യുന്നില്ല, ജീവിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും കൊടുത്തതെന്നാണ് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചിന്തിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ വീണ്ടും അതായത് അയാൾ വന്നിട്ട് ഇത്രയും അപമാനിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും ഏതൊരു പുരുഷനും തളർന്നു പോകും ഇല്ലേ? അവര് ശിരസ് കുനിച്ചു പിടിച്ചിട്ടായിരിക്കും. അയാൾക്ക് ജോലി കിട്ടത്തില്ല. സമൂഹം വീണ്ടും വീണ്ടും അയാളെ കുറ്റപ്പെടുത്തും. വ്രണിത ഹൃദയനായി പോകുന്ന അയാൾക്ക് ഒരിക്കലും ലൈഫില്ല. അപ്പൊ ആരെങ്കിലും ഒരു കൂട്ടർ എന്നിട്ട് ഒരു മാല ഇട്ടു എന്നുള്ളതല്ല മോളെ അവിടെ ഞാൻ കണ്ടത്, ചേച്ചി കണ്ടത്. ഇനിയെങ്കിലും ഒരാളെങ്കിലും അയാളെ ജീവിക്കാനൊന്ന് പ്രേരിപ്പിക്കാൻ. ഈ തെറ്റ് ചെയ്യില്ല, പക്ഷെ അത് വീണ്ടും ചെയ്തപ്പോഴാണ് ആ തെറ്റാകുന്നത്. ഒരു പ്രാവശ്യം നമുക്ക് ആർക്കും, ഒരു മനുഷ്യനല്ലേ, ഒരു തെറ്റ് പറ്റാം. പക്ഷെ അത് വീണ്ടും തെറ്റ് ചെയ്തപ്പോ തീർച്ചയായിട്ടും അയാൾക്ക് ഈ പറയുന്ന ലൈംഗികൃതമാണ്. അതിന് നല്ല ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ വീണ്ടും ഈ തെറ്റ് വീണ്ടും അത് വീണ്ടും ആവർത്തിക്കപ്പെടാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. എനിക്കൊപ്പമാണ് ഇപ്പൊ. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഏത് നിലപാടാണ് ഉള്ളത്? അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ഖേദിക്കുന്നുണ്ടോ ഇപ്പൊ? എന്തോ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു നിലപാട് എടുക്കണ്ടായിരുന്നു? ഇല്ല, ഖേദിക്കുന്നില്ല. കാരണം ഞാൻ അറിയുന്നില്ലല്ലോ വീണ്ടും ഈ തെറ്റ് ചെയ്യുമെന്ന്. നമ്മൾ അന്നേരം ആ ഒരാൾക്ക് ഒരു യാദൃശികമായ ഒരു തെറ്റ് പറ്റി, സ്വാഭാവികമായ ഒരു തെറ്റ് പറ്റി. ആ തെറ്റിനെ എന്താ പറയാ, നമ്മൾ ഒരിക്കലും നിലപാടല്ല മാറ്റിയത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അയാൾക്കുണ്ടായ, അല്ലെങ്കിൽ ഈ വൈകൃതമാണ് എന്ന് അറിയുന്നത് ഇപ്പോഴാണല്ലോ. ഒരു തെറ്റ് വീണ്ടും ചെയ്യുമ്പോൾ അയാൾ തീർത്തും ആ വൈകൃതമുള്ളത് നമ്മൾ മുൻകൂട്ടി ഇത് അറിയുന്നില്ലല്ലോ. നിലപാടൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ആ പറഞ്ഞ അന്ന് നിലപാടല്ല, ആ നിലപാട് മാറ്റിയതല്ല. അയാൾക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നറിഞ്ഞപ്പോഴുള്ള എന്റെ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. അല്ല, നിലപാട് മാറ്റിയിട്ടൊന്നുമില്ല. അന്ന് ചെയ്തത് അത് അതിനു വേണ്ടിയായിരിക്കാം എന്ന് കരുതി. മനസ്സിലായല്ലേ? മനസ്സിലായി. അപ്പൊ ഇപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇത് മുൻതൂക്കം കൊടുക്കുമോ? അന്ന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഇനിയും അയാളെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കോ? തെറ്റുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജീവിക്കുവാനുള്ള പ്രേരണ കൊടുക്കുക. ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അയാൾക്ക് സപ്പോർട്ട് കൊടുത്ത, ഞാൻ പോയുമില്ല, മാലയിടാനൊന്നും ഞാൻ പോയിട്ടില്ല. അവരിട്ടവരുടെ കാര്യമാണ് പറഞ്ഞത്. അവരുദ്ദേശിച്ചത് ഇയാൾക്ക് ആരെങ്കിലും ഉണ്ടല്ലോ ഒരു കൈത്താങ്ങായി എന്ന് പറഞ്ഞ് അയാളെ സൂയിസൈഡ് ചെയ്യാതിരിക്കാനാ. മനുഷ്യന്റെ കാര്യമാണ്. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ഇനി ജീവിക്കാൻ അയാൾക്ക് പറ്റിയെന്ന് വരത്തില്ല. മനസ്സിലായില്ലേ? അയാൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു വൈകൃതമാണ് എന്നറിയാം. പക്ഷെ അയാൾക്കത് പറയാൻ പറ്റുന്നില്ല. സമൂഹത്തിന്റെ മുമ്പിൽ, മാതാപിതാക്കളുടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അയാൾ അറിയാതെ തന്നെ അത് പ്രവണതയിൽ. പക്ഷെ അന്നും ഈ ഇരയാക്കപ്പെട്ട കുട്ടി ഇതിനു മുമ്പ് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് തെളിവുകൾ മുന്നിൽ വെച്ചായിരുന്നു. പക്ഷെ അപ്പൊ ഈ ഇരയനെയായിരുന്നു എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. വസ്ത്രധാരണം ശരിയല്ല, അവള് വേറെ രീതിയിലാണ് നടക്കുന്നത്, അങ്ങനെ ആ ഇരയനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പുറത്തു വന്നിരുന്നത്. ഇപ്പോഴും ഇന്ന് ആളുകൾ മനസ്സിലാക്കിയില്ലേ ആ കുട്ടി ശരിയായിരുന്നു എന്ന്. മസ്താനി എന്ന് പറയുന്ന കുട്ടി ശരിയായിരുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കി. പക്ഷെ ഒരിക്കലും ഈ ഒരു സംഭവത്തോടു കൂടി മസ്താനി ശരിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അറിയില്ലല്ലോ ആ കുട്ടിയെ, എനിക്ക് ആ കുട്ടിയെ പേഴ്സണൽ അറിയത്തില്ലാത്തത് കൊണ്ട് എനിക്ക് ആ കുട്ടിയെ ശരിയാണോ അല്ലയോ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിരുന്ന് എന്തെങ്കിലും
ഞാൻ പറയട്ടെ, അന്നത്തെ ആ കാര്യത്തിൽ ഇങ്ങനെ ഓൾറെഡി ലൈംഗിക വൈകൃതം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ പ്രകോപനം ഉണ്ടായിട്ടാണോ അന്ന് അങ്ങനെ വന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നേരം വെച്ച് അത് വേറെ വേറെ സീറ്റുകളിൽ ഇരിക്കുമായിരുന്നെങ്കിൽ ഇത് വരുന്നില്ല. ഇപ്പോഴെന്താ നടന്നതെന്ന്, ഈ പ്രാവശ്യം നടന്നത് എന്താണെന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അന്ന് ഇവർ ഒന്നിച്ചിരുന്ന ആ സമയത്ത് ചിലപ്പോൾ ഒരു പ്രകോപനം ചെറിയ രീതിയിൽ ഉണ്ടായോ, ഈ കുട്ടി അറിയാതെ. പക്ഷെ അന്ന് വെച്ച് മസ്താനി തെറ്റ് ചെയ്തില്ല എന്നുള്ളതല്ല. ഇവിടെ ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാളെ നമ്മൾ ഇനിയെങ്കിലും മീഡിയാസ് ഒരുപാട് അദ്ദേഹത്തെ തേജോവധം ചെയ്യാതെ അദ്ദേഹത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ബോധാവബോധം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ശക്തമായി പറയാനുള്ളത്. കൂടുതൽ ഇങ്ങനെ മീഡിയാസിൽ കൊണ്ടുവന്നിട്ട് അതൊരു എന്താ പറയുക, അതുകൊണ്ട് നമുക്ക് ആർക്കും ഗുണമില്ല. അയാളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ, അയാള് ചികിത്സ വേണ്ട ഒരു രോഗം, ആ രോഗത്തെ വീണ്ടും 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 അത് കൂടുതലാകുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ മീഡിയക്കാരോ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളും കൂടെ നിങ്ങളുടെ സഹകരണത്തിൽ, അല്ലെ അതിന്റെ വേണ്ടപ്പെട്ടവരുടെ സഹകരണത്തിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഒരു നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം. ഇനി അതേ കുത്തി വന്നു കഴിയുമ്പോഴത്തേക്കും മനുഷ്യനല്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വീണ്ടും അദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ മുൻകൈ എടുക്കും? അല്ലല്ലോ, ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പറഞ്ഞ് അവരും ഇതിന് ബോധം ഉണ്ടാകണം. അല്ലാതെ നാണക്കേടാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഒരു മകന്റെ ജീവിതമാണ് അവിടെ പോകുന്നത്. അയാൾ അറിഞ്ഞോണ്ടല്ല അയാൾക്ക് ഒരു രോഗം ഉണ്ടാകുന്നില്ലേ. അപ്പൊ മാതാപിതാക്കൾ തന്നെ ഇതിന് എല്ലാം ഈ മുൻകൈ രോഗത്തിന്റെ പേരിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ട്, ഇപ്പം കൊലപാതകമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറ്റകൃത്യം ആണെങ്കിൽ പോലും എനിക്ക് മാനസിക രോഗമായിരുന്നു എന്ന് പറഞ്ഞ് തടിയൂരുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രോഗത്തിന്റെ മറവിൽ ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതിനെ ന്യായീകരിക്കാനാവില്ല. എങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് ആ രോഗമുള്ളത് കൊണ്ടാണ്, രോഗത്തിന്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോരെ? മോളെ അതല്ല മോളെ, എല്ലാ കാര്യങ്ങളും അല്ല പറഞ്ഞ, എല്ലാ കേസുകളിലും അല്ല പറഞ്ഞ. ഈ ഒരു കേസിന്റെ കാര്യം മോള് ചോദിച്ചതിന്റെ ഉത്തരം, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ചേച്ചി പറഞ്ഞത്. വീണ്ടും ഇയാള് പിടിക്കപ്പെട്ടു, അറസ്റ്റിലായി എന്ന് പറഞ്ഞ് ഈ ഒരു പേഴ്സന്റെ മാത്രം കാര്യമാണ് പറഞ്ഞത്. ബാക്കിയുള്ള ഓരോ ക്രിമിനൽസിനും ഓരോ മെന്റാലിറ്റി, അവരെ സ്വയം അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്. ചിലവര് എന്തെങ്കിലും ഇതുപോലെയുള്ള സാഹചര്യം മൂലം ചെയ്യുന്നവരുണ്ട്, ചിലവര് പ്രേരിതപരമായിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല പല ഇതിൽ ഞാൻ ഈ ഒരു കേസിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സവാദ് മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ ഒരുപാട് ഇതിനു മുമ്പും ഈ മുൻ അനുഭവങ്ങൾ ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു മനുഷ്യൻ നേരത്തെയും കുറ്റകൃത്യം ചെയ്തു പിടിക്കപ്പെട്ടില്ല, അയാൾ വീണ്ടും വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. ഒരു നാൾ പിടിക്കപ്പെട്ടു, അന്ന് അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ വന്നു. അപ്പോൾ അയാൾക്ക് എന്താ, ഓക്കെ, ഞാൻ പിന്നെയും പിന്നെയും തെറ്റ് ചെയ്തിട്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, അപ്പൊ അയാൾ പിന്നെയും ആ തെറ്റ് ആവർത്തിച്ചു. ഇനിയും ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അയാൾ ഈ അതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു തിരുത്തുണ്ട്, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വാക്കെടുത്ത് മാറ്റണം. അവര് സപ്പോർട്ട് ചെയ്യുവല്ല ചെയ്തത്. അതായത് ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയ ആ പ്രക്രിയയെ സപ്പോർട്ട് ചെയ്യുകയല്ല ഒരിക്കലും ചെയ്തത്. മറിച്ച് മോക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഒരു വ്യക്തി എല്ലാ സ്ഥലത്തു നിന്നും അയാൾക്ക് എന്താ പറയാ, അയാള് ഒരുപക്ഷെ അറിയാതെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു തൃഷ്ണയുണ്ടല്ലോ, ലൈംഗിക വൈകൃതം എന്ന് പറയുന്ന അസുഖം ഉള്ളിലുള്ള ആള് ഇത് ചെയ്യുമ്പോ അയാള് ജയിലിൽ പോയി എല്ലാവരാലും അയാൾ നിന്ദിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇറങ്ങി വരുമ്പോ അയാള് സൂയിസൈഡ് ചെയ്തു പോയ ഇത് അവിടെ കൊണ്ട് തീർന്നു, അങ്ങനെ ഇങ്ങനെ ആരും ഓർത്തു പോലുമില്ല. പോകുന്ന ആ പയ്യന്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ് ഒരു നഷ്ടം, തീരാ നഷ്ടം എന്ന് പറയുന്നത്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറുമായിട്ട് ഞാൻ കുറെ നേരം സംസാരിച്ചപ്പോഴോ അദ്ദേഹം പറഞ്ഞത്, പ്രിയ ഷൈമാഡം, ഞങ്ങൾ ചെയ്തത് ആരെങ്കിലും ഒരാൾ അയാൾക്കൊരു കൈത്താണ്, അത് ഒരിക്കലും സപ്പോർട്ട് അല്ല മോളെ. അതാണ് നമ്മുടെയൊക്കെ മലയാളികളുടെ ഒരു കുറവ്. അതാണ്, സപ്പോർട്ട് ചെയ്യുവല്ല ചെയ്തത്. നീ അങ്ങനെ ഇനിയും ചെയ്തോ, ബസ്സിൽ പോയി പെണ്ണുങ്ങളുടെ അടുത്ത് പോയിരുന്നു ചെയ്തോന്നും സപ്പോർട്ട് അല്ലത്. അത് ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം ജീവിക്കാനുള്ള ഒരു ധൈര്യം അത് കൊടുക്കുക ചെയ്തത്. നേരെ പക്ഷെ അയാൾ ഇറങ്ങി വന്നു വെച്ചാൽ ഒരു കയറിന്റെ അറ്റത്ത് തൂങ്ങിയ കുറച്ചുനാൾ മീഡിയക്കാർ ആഘോഷിക്കും, കുറച്ചുനാൾ അയ്യോ പാവം എല്ലാരും പറയോ കഷ്ടമാണ്, അപ്പൊ നേരെ തിരിച്ചു പറയേണ്ടി വരും. ഇതെല്ലാം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇനിയും അയാൾ ആ തെറ്റ് ചെയ്ത്, അപ്പൊ ഇവര് ഓർത്തിരിക്കുന്ന അതാണ്, അറിയാതെ ഒരു മനുഷ്യൻ അറിയാതെയല്ല ഒരു തെറ്റ് ചെയ്തു, വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോഴാണ് അത് തെറ്റാകുന്നത്, ഇല്ലേ? അപ്പൊ അവിടെ സപ്പോർട്ട് എന്നുള്ള വാക്കെടുത്ത് എന്തായാലും മാറ്റിയേ പറ്റും. സപ്പോർട്ട് ചെയ്തോളെ ആരും സീരിയസ്ലി പറയോ ചേച്ചി? അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ഓക്കെ.
അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി. ഇനിയും സാധുമാർ പിറക്കുമോ, ഇനിയും പുതിയ മാലയുമായി ആളുകൾ രംഗത്ത് വരുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇത്രയും നേരം നമ്മളോട് സമയം ചെലവഴിച്ചതിന് നന്ദി.